ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മതസ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വാങ്ങരുത് എന്നൊരു അഭിപ്രായം മൻസിബ ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നു. യെസ്, അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ചാരിറ്റി, ഏത് ഓർഗനൈസേഷൻ, ഏത് മതപരമായ സ്ഥാപനത്തിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ചാരിറ്റി എടുക്കാം, ലീഗലി വിത്ത് അവർ എന്താ പറയുക, നമ്മളുടെ ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ് എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യം ഇവിടെ ലീഗലി ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ബാങ്ക് വഴി തന്നെയാണ്. അപ്പോൾ ഹൗക്കം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അത് ആ കുട്ടി ഉന്നയിച്ച ഒരു കാര്യമാണ്. പക്ഷെ അതൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമല്ല പറഞ്ഞത്. ആ കുട്ടീൻ്റെ അഭിപ്രായം പറഞ്ഞു. ഏത് കുറച്ച് ആൾക്കാർക്ക് എല്ലാവരും കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റി, അതുകൊണ്ടല്ലേ നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ഒരു അമ്പലമായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി ഈ ജനറൽ സെക്രട്ടറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആക്ഷേപം നേരത്തെ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ടിനി ടോം വ്യക്തിനോട് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ബൈലോ പ്രകാരം നമ്മളെ ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ച ഒരിതാണ് ദാറ്റ് പ്രസിഡൻറ്റ് ഒരു നോക്കുത്തിയാണ്, ഒരു സ്റ്റാമ്പാണ്. പക്ഷെ അങ്ങനെയല്ല, പ്രസിഡൻറ്റ് തന്നെയാണ് ദ ഹെഡ് ഓഫ് ദ ഹോൾ തിങ്. ജനറൽ സെക്രട്ടറി പണ്ട് ഇടവേള ബാബു ചേട്ടനാണ് നമ്മുടെ 25 വർഷം ഈ സ്ഥാപനം അല്ലാതെ അമ്മ അസോസിയേഷൻ നയിച്ചത്, അതും ബ്യൂട്ടിഫുള്ളി ആയിട്ട്. അപ്പോൾ ആ ഒരു ആളുടെ സാക്രിഫൈസ് നമ്മൾ ഇത്രയും ഒരു എന്താ പറയുക, ഒരു തമാശ രൂപേണ എല്ലാവരും വിചാരിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ്, എല്ലാം അല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദാറ്റ് ഇന്നസെൻ്റ് അങ്കിളും മോഹൻലാലും പോലെ പ്രസിഡൻറ്റ് ഇരുന്നപ്പോൾ അവർ ജസ്റ്റ് ഒരു സ്റ്റാമ്പായിരുന്നു? അതേ ബൈലോയിൽ തന്നെയല്ലേ ഞാനും വരുന്നത്, അല്ലാതെ നമ്മളുടെ ഈ ഒരു ഭാരവാഹിത്വം വരുന്നത്. ജെൻഡറായിട്ട് നമുക്ക് സംസാരിക്കേണ്ട. പിന്നെ ഇത് ഇപ്പോഴല്ലേ മീഡിയേൻ്റെ ഇത്ര അറ്റൻഷൻ വന്നത്. ഇതിനു മുമ്പേ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊരു കുറവൊന്നുമില്ല, യുദ്ധത്തിനൊരു കുറവുമില്ല. വാക്കാല മാത്രമേ ഉള്ളൂ.